ഹായ് ഓൾ. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ മലയാളികൾ ആക്ച്വലി നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളും ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചില ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ച്വലി ഞാനിങ്ങനെ ഒരു വെഞ്ചറിന് തയ്യാറായത് തന്നെ ഞാനുമായിട്ട് ചേർന്നിരിക്കുന്ന ലൈഫ് ലൈൻ്റെ ട്രെയിനേഴ്സിനും കോച്ചസിനും ഗ്ലോബലി ട്രെയിനിങ് കൊടുക്കാനും കോച്ചിങ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കോടിക്കണക്കിന് വാക്കുകളുണ്ട്. ഈ വാക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ 8ആയിട്ട് തിരിക്കാം. ആ 8ആയിട്ട് നമ്മൾ തിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ നമ്മൾ അപ്പോൾ ഈ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. അപ്പം നമുക്കത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കഴിവ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഏത് ഭാഗത്ത് വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പം ഈ മൊത്തം ഏത് വേർഡ് എവിടെ നിന്ന് കണ്ടാലും എപ്പോൾ കണ്ടാലും ഏത് വിധത്തിൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ച് 8 കാര്യത്തിനകത്ത് നമുക്ക് എവിടെയെങ്കിലും അത് ഉൾപ്പെട്ടതായിരിക്കും. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ വിന്യസിക്കുന്നത്, ഏതാദ്യം വരണം, രണ്ടാമത് ഏത് വരണം, മൂന്നാമത് ഏത് വരണം, നാലാമത് ഏത് വരണം, അഞ്ചാമത് ഏത് വരണം, ലാസ്റ്റ് ഏത് വരണം. അപ്പോൾ ഈ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ അത് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മലയാളം പറഞ്ഞ് പഠിച്ചത് ആൾക്കാർക്ക് ഈ ഒരു ഓർഡറിലല്ല വരുന്നത്. ഈ ഒരു ചെറിയ ഡിഫറൻസാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ട്, അതായത് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ 8 ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വ്യക്തമാക്കാം. അപ്പോൾ വളരെ വ്യക്തമാക്കിയിട്ട് അതിനെ എങ്ങനെ വിന്യസിക്കണം. അപ്പം നമുക്ക് വിന്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം ഈസിയസ്റ്റ് മെത്തേഡ് ഹൂ. മെസ്സേജ് കൊടുക്കുമ്പം ഒരു ഇൻഫർമേഷൻ പറയുമ്പം ഏറ്റവും എളുപ്പം ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഹൂ, ആരാണ് ചെയ്തത്. രണ്ടാമത് വാട്ട്, എന്താണ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് ചെയ്തത്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അതല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്തത്. ഇനി അത് എങ്ങനെയാണ് ചെയ്തത്. ഇനി വൈ, എന്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഈ WH 5 WH ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ 5 WH ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നൗൺ റെപ്രസെൻ്റ് ചെയ്യുന്നു, നാമമായിരിക്കും നൗണ്. വാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വേർബായിരിക്കും, ഒരു ആക്ഷൻ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് ഓർഡർ വേർ, എവിടെ, വെൻ, എപ്പോൾ, ഹൗ, എങ്ങനെ, ആൻഡ് വൈ. അപ്പോൾ നമുക്കിതിന് പറയാവുന്നത് ഈ 5 WH. എപ്പോഴും നിങ്ങളിത് മനസ്സിൽ ഈ ഒരു സിസ്റ്റം നമുക്ക് തെറ്റാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ 5 WH. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾ ഇതൊരു മാസ്റ്റർ സെൻറ്റൻസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മളിത് ഉപയോഗിച്ചാൽ മതി. അപ്പം എപ്പോഴും ഇംഗ്ലീഷ് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ കഞ്ഞി കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ പാല് കുടിക്കാറുണ്ട്. ഇത് സാധാരണഗതി നമ്മൾ പറയുമ്പോൾ ഈ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഫോർമാറ്റും ഇംഗ്ലീഷിൽ പറയുന്ന ഫോർമാറ്റുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എല്ലാം എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ആദ്യം പറയണം, വാട്ട് രണ്ടാമത് പറയണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന കാര്യം ഇതേ ഉള്ളൂ, ഓർത്തിരിക്കാൻ പറ്റിയ ഞാനൊരു ആങ്കറിങ് സെൻറ്റൻസ് പറയാം. ജെസ്സി ഓടുന്നു. അപ്പോൾ ഹൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെസ്സി, വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്നു, വേർ എറൗണ്ട് ദ സ്റ്റേഡിയം, സ്റ്റേഡിയത്തിന് ചുറ്റും ഓടുന്നു.
വെൻ, ഏർലി മോർണിംഗ്. ഹൗ, വെരി ഫാസ്റ്റ്. വൈ, ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. ഈ സെൻസ് നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എപ്പോൾ ആരോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സിനിമയുടെ കഥ പറയുക. അപ്പോൾ നമ്മളിവിടെ ട്രെയിനേഴ്സിനും കോച്ചസിനും ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവി ഇട്ടിട്ട് അത് കണ്ടതിന് ശേഷം അതിൻ്റെ സ്റ്റോറി പറയാൻ പറയും. നമ്മൾ ഏത് സെൻറ്റൻസ് പറയുന്നു, പിന്നെ ആസ് ഫാർ ആസ് പോസിബിൾ ഈ യൂസ് ദീസ് മെത്തേഡ്. ഈ ടെംപ്ലേറ്റ് എഴുതാൻ ഉപയോഗിക്കുമ്പോഴും ഈ ടെംപ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് സാധാരണഗതി തെറ്റാനുള്ള സാധ്യത, തെറ്റാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെപ്പോൾ പറയുമ്പോഴും ജെസ്സി റൺസ് എറൗണ്ട് ദി സ്റ്റേഡിയം ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് വെരി ഫാസ്റ്റ് ടു ക്വാളിഫൈ ഫോർ ദ ഒളിമ്പിക്സ്. അപ്പം വീണ്ടും ഞാൻ ആ WH കൊണ്ടുവരികയാണ്. ആദ്യം ഹൂ, ജെസ്സി. വാട്ട്, അപ്പം ഹൂ എന്ന് പറയുന്നത് അവിടെ നൗണാണ് വരുന്നത്. ഹൂ നൗൺ, ജെസ്സി. വാട്ട് ഇപ്പോൾ ഒരു ആക്ഷനാണ്, വെർബ്. റൺസ്. വെയർ, എറൗണ്ട് ദ സ്റ്റേഡിയം. വെയർ. വെൻ, ഏർലി മോർണിംഗ്. വെയർ, വെൻ, ഏർലി മോർണിംഗ്. ഹൗ, വെരി ഫാസ്റ്റ്. വൈ, ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. ഇതിനകത്ത് 5 ഇൻഫർമേഷനുണ്ട്. 5 ഇൻഫർമേഷനും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആരാണ് ഓടിയത്, അയാൾ എന്താണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയാൻ ശ്രമിച്ചാലും ഈ ഓർഡറിൽ പറയുകയാണെങ്കിൽ, എന്തിനെക്കുറിച്ച് പറഞ്ഞാലും, ഇപ്പം നൗൺ ആദ്യം വരണം, അത് കഴിഞ്ഞൊരു ആക്ഷൻ, വെർബ് വരണം. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് തെറ്റാനായിട്ട് പറ്റില്ല. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമുക്ക് ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? 8 പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് എപ്പോഴും ഓർക്കാനായിട്ട് നൗണാണ് ആദ്യം. നമ്മളെപ്പോഴും എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആദ്യം വരുമ്പോൾ നമുക്ക് നൗൺ ഉപയോഗിക്കണം. അപ്പോൾ നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു സ്ഥലം, ഇപ്പോൾ ട്രിവാൻഡ്രം, ഇല്ല കൊച്ചി, ലണ്ടൻ, ഇല്ലെങ്കിൽ വേറെ പറയാം ടീച്ചർ, ജോണ്, ഇതെല്ലാം നമുക്ക് നൗണാണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണമെങ്കിൽ പറയാം പ്രൊനൗൺ വരാം. പ്രൊനൗണ് ഒരാളിൻ്റെ പേര് പറയുന്നതിന് പകരം ഇപ്പം വിജയൻ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് പകരം നമുക്ക് എന്താ, ഹീ പറയാം, ഇല്ല ഷീ പറയാം, ഇല്ല ഇറ്റ് പറയാം, ഇല്ല ദേ പറയാം. ഓക്കെ, ഇനി വേർബ്. വേർബാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആക്ഷൻ. ഈ ആക്ഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് വേണേൽ കം, ഗോ, ഒരു സെൻറ്റൻസായി, പെർഫെക്റ്റ് സെൻറ്റൻസാണ് അപ്പോൾ അവിടെ ആക്ഷനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആക്ഷൻ എപ്പോഴും കിങ് ആയിട്ടും നൗണിനെ എപ്പോഴും ക്വീനായിട്ടും നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ ആദ്യം പോകുന്ന ആരാ? ക്വീനാണ്. അപ്പോൾ വളരെ ഓർത്തിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ വേർബ്. അപ്പോൾ ഇവിടെ നമ്മൾ വേർബ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്ഷനാണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു അവസ്ഥ, ഇല്ല ഒരു ഒക്കറൻസ്, ഇല്ല ഒരു സംഭവം. റൺ, ഇല്ല റൺസ്, ജമ്പ്, ഹാവ്. ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കും അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന എന്തും. ഇപ്പോൾ ചുമന്ന ഷർട്ട് അല്ലെങ്കിൽ റെഡ് ഷർട്ട്, അതെന്താണ്? അപ്പോൾ ആ റെഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കവിത എഴുതുകയോ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടൊരു സെൻറ്റൻസ് ഭംഗി കൂട്ടണമെന്നെങ്കിൽ അഡ്ജക്റ്റീവ് കൂട്ടിയാൽ മതി. അഡ്ജക്റ്റീവ് വളരെ മനോഹരമായിട്ടുള്ള അഡ്ജക്റ്റീവ് വരുമ്പോൾ ഭാഷ വളരെ ഭംഗിയാവും. അഡ്വേർബ് കൂട്ടുകയും അഡ്ജക്റ്റീവ് കൂട്ടുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും ഭാഷയിൽ മധുരം വരും. അപ്പോൾ ആ നൗണിന് ഗിവിങ് മോർ ഇൻഫർമേഷൻ എബൌട്ട് ദ നൗൺ, സൈസ്, ടൈപ്പ്, ഷേപ്പ്. അപ്പോൾ ബിഗ് എന്ന് പറയുന്നത്, ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഹാപ്പി എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊന്നാണ് അഡ്വേർബ്. അപ്പോൾ അതെന്താണ്? വെർബ്. അപ്പം ആക്ഷൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ നമുക്ക് എപ്പോൾ, എവിടെ, ഇതൊക്കെ പറയുന്നത് എന്താണ്? എപ്പോഴാണ് ചെയ്തത്? ക്വിക്കായിട്ടാണോ ചെയ്തത്? സൈലൻ്റ് ആയിട്ടാണോ? ബാഡായിട്ടാണോ ചെയ്തത്? ഇതെല്ലാം എന്താണ്? ആക്ഷൻ ചെയ്ത രീതിയാണ്. അത് അഡ്വേർബാണ്. പിന്നെ നമ്മൾ മറ്റൊന്ന്, അപ്പം നമുക്കിപ്പോൾ ഈ 4 ഐറ്റം നമുക്ക് കിട്ടി. അതായത്
നൗൺ. അതുപോലെ നൗണിൻ്റെ കൂടെ നിൽക്കുന്നതാണ്, നൗണിൻ്റെ ഡ്രസ്സാണ്, നൗണിൻ്റെ കളറാണ്, അല്ലെങ്കിൽ എപ്പോഴും നൗണിൻ്റെ കൂടെ ഉള്ളതാണ് അഡ്ജക്റ്റീവ്. വേർബ് ആക്ഷൻ്റെ കൂടെ ഉള്ളതാണ് ആഡ്വേർബ്. ഓക്കെ, അപ്പോൾ ഈ ആഡ്വേർബും ആഡ്ജക്റ്റീവും കൂടെ ചേർക്കുകയാണെങ്കിൽ ഭാഷ സുന്ദരമാകും, ഭംഗിയാവും. ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകാം, പ്രിസൈസ് ആകാം, ബ്യൂട്ടിഫുൾ ആവും. ഇനി നമുക്ക് പ്രിപ്പോസിഷൻ, അവിടെ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നൗണിന് ജസ്റ്റ് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം ഇവിടെ നമ്മൾ കണക്റ്റിങ് ഒരു ക്ലോസും മറ്റൊരു ക്ലോസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്ന്, അറ്റ്, ഓണ്, ഓഫ്, ആൻഡ് എന്നൊക്കെ പറയുന്നത് എന്തുവാ, നമ്മളവിടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കവിടെ എന്താണ്, പ്രിപ്പോസിഷനാണ്. അതുപോലെ തന്നെ നമ്മൾ കൺജങ്ഷൻ കണക്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ആൻഡ്, ബിറ്റ്വീൻ, ഇതൊക്കെ എന്തുവാണ്, കൺജങ്ഷൻസ് ആണ്, കണക്ട് ചെയ്യുകയാണ്. ബട്ട്, ആൻഡ്, സോ, ഓർ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും. മറ്റൊന്നാണ് ഇൻ്റർജങ്ഷൻ. നമുക്ക് അതിശയം വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഓ, വാവ്, ഔച്ച്, ബ്രാവോ, ഇങ്ങനെ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 8 പാർട്സ് ഓഫ് സ്പീച്ച്, ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് സാധാരണഗതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറയുകയാണെങ്കിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ വീണ്ടും കാണുന്നതിനകത്തെല്ലാം ഇത് ഉപയോഗിച്ച് അതങ്ങ് ഓർത്തിരിക്കുക. അങ്ങനെ ഓർത്തിരിക്കുമ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ എപ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചാലും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, ഇംഗ്ലീഷിന് നമുക്ക് പ്രശ്നം പറ്റുന്ന ആൾക്കാർ, ഒരു കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നൗണിൽ തുടങ്ങുക. പിന്നെ പുറകെ അപ്പം രാജ്ഞി ഫ്രണ്ടിൽ പോകുന്നു, തൊട്ട് പുറകെ രാജാവ് വരും, വേർബ് വരും, ആക്ഷൻ വരും. ഈ രീതിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ സെൻറ്റൻസ് ഓർത്താൽ മതി. ജെസ്സി runs around the stadium early in the morning very fast to qualify for Olympics. ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറിൽ നമുക്ക് പിന്നെ ഇനി ഏതൊക്കെ സെൻറ്റൻസ് എന്തിനെക്കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ WH, അതായത് 5WH പ്ലസ് ഒരു ഹൗവും കൂടെ, അപ്പം കൃത്യമായിട്ട് നമുക്ക് ആ 5 ഇൻഫർമേഷൻ പ്ലസ് 6ാമത്തെ ഒന്നുകൂടെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇൻഫർമേഷനായി അത് തെറ്റത്തുമില്ല. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിനകത്തും ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുമ്പോഴത്തേക്കും ഈ ടെൻസിനകത്ത് ഇതുപോലെ വളരെ ചെറിയ ചില ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒന്നുകൂടെ ഒരു കാര്യം ചെയ്യാം, ഈ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ 8 എണ്ണത്തിൽ കൂടെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ പോയി നോക്കാം. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഏതും സെൻറ്റൻസ് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ നൗണുമായിട്ട് വരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുവാണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ്, ഫ്രണ്ട് ഡോറാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യാം, നൗൺ എന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറായിട്ട് ഇമാജിൻ ചെയ്യാം. ഓൾവേസ് ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാം, നൗൺ ഈസ് ഫ്രണ്ട് ഡോർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ട്രീ ആകാം, സിറ്റി ആകാം, ഒരു ഇമോഷൻ ആകാം. ഞാൻ നൗണിനെ കുറിച്ച് കുറച്ചും കൂടെ എക്സാമ്പിൾസ് പുറകെ അടുത്ത എപ്പിസോഡിൽ ഞാൻ തരാം. ഇനി നമ്മളങ്ങനെ ഫ്രണ്ട് ഡോറ് തുറന്ന് കയറി, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവിടെ വേണമെങ്കിൽ നമുക്ക് പ്രൊനൗൺസ് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നൗൺ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ വിജയൻ എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കെന്താണ്, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഹാൾവേ ആണ്. ഇപ്പോൾ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ്, ഹാളിൽ കൂടെ കടന്ന് അടുത്ത മുറികളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കെന്താണ്, അവിടെ കടന്നു പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എന്തുണ്ട്, മിററുണ്ട്. അപ്പോൾ അവിടെ റിഫ്ലക്ഷൻസ് ഉണ്ട്. അപ്പം എന്താണ്, അവിടെ നിങ്ങളെ ഐ എന്ന് പറയുന്നതിന് പകരം, ഇല്ലെങ്കിൽ യു എന്ന് പറയുന്നതിന് പകരം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പമായിട്ട് ഹീ, ഷീ, ഇറ്റ്, വി, ദേ, ഇതൊക്കെ പ്രൊനൗൺസ് ആണ്. അപ്പോൾ നമുക്ക് ഹാളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു മിറർ, ഫസ്റ്റ് നിങ്ങൾ നൗണ്, അത് മെയിൻ ഡോറ്, രണ്ടാമത്തെ ഹാൾവേ, അവിടെ ഒരു മിററുണ്ട്. മിററിനകത്ത് കാണുന്നത് നിങ്ങളുടെ പ്രതിബിംബം, അതിൽ കാണുന്നത് ഹീ, ഷീ, ഇറ്റ്. അപ്പോൾ ഒറിജിനലല്ല, ഒറിജിനൽ നമ്മളാണ്, ഒറിജിനലല്ല, അത് ഒരു ഇമേജ് മാത്രമാണ്. ഇനി നമ്മളങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാന സ്ഥലം
ആക്ഷൻ നടക്കുന്ന സ്ഥലം, ലിവിങ് റൂം. ലിവിങ് റൂമിനെ നമുക്ക് വേർബായിട്ട് എടുക്കാം. അപ്പോൾ വേർബ് എപ്പോഴും, അപ്പോൾ അവിടെ നമുക്ക് ഇട്ടിരിക്കുന്ന ഫർണിച്ചർ, അവിടെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ്, അവിടെ കൗച്ചുണ്ട്, അപ്പോൾ അവിടെ പിന്നെ നമുക്ക് വേണേൽ ജമ്പ് ചെയ്യാം, ടി വി കാണാം, അപ്പോൾ കുട്ടികൾക്ക് വേണേൽ ഡാൻസ് കളിക്കാം, ഇതിനൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് വേർബായിട്ട് സങ്കല്പിക്കാം, ലിവിങ് റൂം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടുത്ത റൂം, കിച്ചൺ. കിച്ചണിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ നൗണിനെ, ഡോറിനെ ക്വാളിഫൈ ചെയ്യുന്നതായിട്ട് കിച്ചൺ, അഡ്ജക്റ്റീവ്. അപ്പോൾ അവിടെ എല്ലാ വിധത്തിലുള്ള ഫുഡുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഷേപ്പ്, സൈസ്, കളറ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് സ്പൈസി, ചില്ലി, ഓക്കെ, ജജാൻറ്റിക് ആൻഡ് ബനാന, ഇതെല്ലാം ക്വാളിറ്റീസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് കിച്ചനെ വേണമെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ്. ആ സ്റ്റെയർ കേസിനെ നമ്മൾ അപ്പോൾ വീണ്ടും എന്താണ്, മറ്റൊരു ലിവിങ് റൂമിലോട്ട് നമ്മൾ ചെല്ലുന്ന പോലെ, അപ്പോൾ നമുക്ക് അതിനെ സ്റ്റെയർ കേസിനെ അഡ്വേർബായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നു പോവുകയാണ്, അപ്പോൾ അവിടേക്ക് ആക്ഷനാണ് വരുന്നത്, ആക്ഷൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ മോഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് അവിടെ നമുക്ക് പോകുന്നത്, വി ക്യാൻ ഗോ ക്വിക്കലി, ക്വൈറ്റ്ലി. ഇന്നലെ വേണേൽ പോകാമായിരുന്നു, ഓഫൺ വേണേൽ പോകാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അപ്പം നമുക്ക് അഡ്വേർബാണ്, കയറിപ്പോകുന്നത് കൊണ്ട് നമുക്ക് അഡ്വേർബായിട്ട് എടുക്കാം. ഇതുകൂടാതെ നമുക്ക് അവിടേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജാസൻ്റ് ആയിട്ടുള്ള റൂമാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂം ഒരു ചെറിയ റൂമാണ്, ഒരു ചെറിയ പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷനായിട്ട്, ഒരു വീട്ടിനകത്ത് തന്നെ നമ്മളൊരു പ്രിപ്പോസിഷനായിട്ട് നമുക്ക് അതിനെ കാണാം, ഒരു ബാത്ത് ടബ്. അപ്പം മൂവിങ്, അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നു പ്രിപ്പോസിഷനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് വാട്ടർ ഉണ്ട്, ഇല്ലെങ്കിൽ പൈപ്പ് അഴിച്ചു വിട്ടിരിക്കുന്നു, ഇതെല്ലാം നമുക്ക് കാണാം, പ്രിപ്പോസിഷനായിട്ട് നമുക്ക് കാണാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന ആ റൂമും നെക്സ്റ്റ് റൂമുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് കൺജങ്ഷൻസ്. അവിടെ നമുക്ക് ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂമായിട്ട് കണ്ടുകൊണ്ട് ഇമാജിൻ യുവർ ബെഡ്റൂം, അവിടെ ഫർണിച്ചർ, അതിനെ ഒന്നിച്ച് ചേർത്ത് വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സ്ട്രോങ് റോപ്പോ ലോക്കോ, അപ്പോൾ അത് കൺജങ്ഷൻസാണ്. ആൻഡ്, ബട്ട്, ഫോർ, നോർ, യെറ്റ്, സോ, ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നുള്ളത് വിൻഡോയാണ്. അപ്പോൾ ആ വിൻഡോ നമ്മൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇൻ്റർജങ്ഷൻസ്. അപ്പോൾ വിൻഡോയിലൂടെ നമ്മൾ കാണുന്നത്, അപ്പോൾ പുറത്ത് നടക്കുന്ന അതിശയിപ്പിക്കുന്ന പാർട്ടിയോ ഇല്ലെങ്കിൽ ലൗഡായിട്ടുള്ള സംഭവമോ എക്സൈറ്റ്മെൻറ്റ് വരുന്നതോ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു വാവ്, ഹൂപ്സ്, ഇതൊക്കെ നമ്മൾ നടത്തുന്നത് എന്താ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളപ്പോൾ ഈ 8 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ പത്രത്തിൽ കണ്ടാലും എവിടെ കണ്ടാലും ഈ വാക്കുകൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റണം ഈ വാക്ക് നൗണാണോ, ഓക്കെ, അതോ ഇത് വെർബാണോ, അതോ ഇത് അഡ്ജക്റ്റീവാണോ, അതോ അഡ്വേർബാണോ, അതോ പ്രിപ്പോസിഷനാണോ, അതോ ഇത് പ്രൊനൗണാണോ, അതോ ഇത് ആർട്ടിക്കിളാണോ. നമുക്കിത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റണം. അതോ ഇൻ്റർജങ്ഷനാണോ, ഇത് കൺജങ്ഷനാണോ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. എന്നിട്ട് ഇതിനെ വിന്യസിക്കേണ്ടതിന് വേണ്ടിയിട്ടൊരു രീതിയാണ് നമ്മൾ പറഞ്ഞത്. വിന്യസിക്കുന്നതിനുള്ള ഒരു രീതിയാണിത്, 5 Ws ആൻഡ് ഒരു H. അതേ ഓർഡറിൽ തന്നെ ആരാണ്, എപ്പോഴും ആരാണ് ഫസ്റ്റ്, എന്താണ്, ആ ഓർഡറിൽ നമുക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 2-3 ദിവസം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിധത്തിലും പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സെൻസ് തെറ്റില്ല. ഒരുപക്ഷെ നമ്മൾക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾക്ക് നമ്മൾ ഒരു തമിഴൻ വന്ന് 10-25 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നതിന് ശേഷം അയാൾ മലയാളം പറയുമ്പോഴും നമുക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം വരും. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മദർ ടങ് ഇൻ്റർഫിയറൻസ് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരന് നമുക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ല. നാച്ചുറലായിട്ടുള്ളൊരു ഇംഗ്ലീഷുകാരന് നേറ്റീവ് സ്പീക്കേഴ്സിന് കേൾക്കുമ്പോൾ ദേ ക്യാൻ സീ സം ഡിഫറൻസ്. പക്ഷെ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ, ഇപ്പം ലോകത്തിലൊരു ഇംഗ്ലീഷല്ല, ഇംഗ്ലീഷസ് എന്നാണ് വേണം പറയാനായിട്ട്. കാരണം ലോകത്തിൽ ആയിരക്കണക്കിന് ഇംഗ്ലീഷസ് ഉണ്ട്. അതൊക്കെ ഈ
ഗൂഗിളിനകത്തൊക്കെ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ AI ഒക്കെ വന്നപ്പോഴത്തേക്ക് 100 കണക്കിന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓരോ രാജ്യങ്ങൾക്കും ഇംഗ്ലീഷുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരിക്കാനായിട്ടോ, ലോകത്തിൽ 5% ആൾക്കാരിനകത്ത് മാത്രമേ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ, RP. കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ ഹോളിവുഡിൻ്റെ ഇതുകൊണ്ടൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ബിസിനസ് വേൾഡൊക്കെ സംസാരിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. ഓക്കെ, അതും അമേരിക്കയിൽ തന്നെ പല ഇംഗ്ലീഷുണ്ട്. നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എല്ലാം ഡിഫറെൻറ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ 8 എണ്ണം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ 8 എണ്ണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ നൗൺ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം US സംസാരിക്കുന്നത്, നമ്മൾ പുറത്ത് സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്, നമ്മൾ ഒരു മലയാളി സംസാരിക്കുകയാണെങ്കിൽ വിജയൻ എന്നേ പറയത്തുള്ളൂ. പക്ഷേങ്കിൽ ഒറിജിനൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വിജയൻ എന്ന് പറയത്തില്ല, വിജയൻ എന്ന് പറയത്തുള്ളൂ. അപ്പോൾ കാരണം നൗണ് വരുമ്പം ആദ്യത്തെ ഫസ്റ്റ് സിലബിൾ സ്ട്രെസ് ചെയ്യും. ഓൾ നൗൺസ്, ഒരാളിൻ്റെ പേര് വിളിക്കുമ്പോൾ ആദ്യത്തെ നൗൺ വിജയൻ എന്ന് വിളിക്കും, വിക്ടർ, തോമസ് എന്നേ വിളിക്കത്തുള്ളൂ. അപ്പം അത് നമ്മൾ പതിയെ അതിലോട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്കൊരു 3 മാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് പോകാം. അതിന് ടൂൾസ് എല്ലാം ഉണ്ട്, ഗ്ലോബലി ഉള്ള ടൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനറൽ സ്റ്റുഡൻസിനെ നമുക്ക് 8 മുതൽ 9 വരെയും, അത് ഇപ്പോൾ ഓൾറെഡി തന്നെ മാസങ്ങളായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതും അടുത്ത ബാച്ച് വന്നുകൊണ്ടിരിക്കുന്നതും പുറത്തുനിന്നുള്ളവരാണ് പഠിപ്പിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും മാത്രമേ അതിൽ വരാറുള്ളൂ. പക്ഷേ അവർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഞാൻ തന്നെ തയ്യാറാക്കിയതാണ് കൊടുക്കുന്നത്, ഇത് നമ്മുടെ ടീം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ട്രെയിനേഴ്സ് ആൻഡ് കോച്ചസിന് രാത്രി 9 മുതൽ 10 വരെ. അവർ ഏത് രാജ്യത്തു നിന്ന് കയറുന്നവരാണെങ്കിലും നമുക്ക് ഈ ടൈം അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബാച്ചേ പറ്റുള്ളൂ. അപ്പോൾ 9 മുതൽ 10 വരെ. അപ്പോൾ അതിനകത്തും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ എബ്രോഡ് നിന്നുള്ളവരാണത് ബാക്കി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്തൊരു കാര്യം ചെയ്യുക, അവസാനം കിട്ടുന്ന ഫോൺ നമ്പറിൽ, ലാസ്റ്റുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട്, ഇല്ല വാട്സപ്പ് ചെയ്ത്, ഇല്ല ഇമെയിൽ അയച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ട്രെയിനർ ആസ്പിരൻ്റ് മാത്രമാണ് എനിക്ക് താല്പര്യമുള്ളത്. നിങ്ങളൊരു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായി ട്രെയിനർ ആൻഡ് കോച്ച്, അതിനെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. യു ക്യാൻ മേക്ക് എ ട്രൈ, ഐ ക്യാൻ ട്രാൻസ്ഫർ യു. ഓൾ ദി ബെസ്റ്റ്.